ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ ലൈഫിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസത്തെ കുറച്ച് മൊമെൻറ്റ്സ് ഒക്കെയാണ് കേട്ടോ. ആക്ച്വലി ഞാൻ ഈ ഒരു വീഡിയോ കഴിഞ്ഞ ഫെബ്രുവരി 17 എഡിറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. പക്ഷെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എന്നെ കൊണ്ടത് വോയിസ് ഓവർ ചെയ്യാൻ പറ്റുന്നില്ല. എപ്പോഴൊക്കെ റെക്കോർഡ് ചെയ്യുമ്പോഴായാലും എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വരണുണ്ടായിരുന്നു. നമ്മളിൽ ചില ആൾക്കാർക്കെങ്കിലും കാണും ഒരു ദിവസം എന്ന് വെച്ചാൽ ഒരു ഫുൾ ഹാപ്പി ആയിട്ട് നമ്മുടെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ചില സമയങ്ങളെ പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമം വരണം, നമ്മളത് ഡിസേർവ് ചെയ്യണുണ്ടോ എന്നൊക്കെയുള്ള തോന്നലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ആക്ച്വലി ആ ഒരു ദിവസം എനിക്ക് അതുപോലെ ഒരു ഡേ ആയിരുന്നു കേട്ടോ. ഇപ്പം പറയുമ്പോഴും എന്തെങ്കിലും മിസ്റ്റേക്ക് വരണുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. വരുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. കഴിഞ്ഞ ഫെബ്രുവരി 15 രാത്രി ഒരു 11:50 ആയപ്പോഴത്തേക്ക് എൻ്റെ ഫിയാൻസി വിളിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കുട്ടി ഡ്രൈവ് പോവാം, ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞു. ഞാൻ പോയി. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. ഒരു പാതി ബോധത്തിൽ ഓക്കെ ഒക്കെ പറഞ്ഞു പോയതാണ്. ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഒരു കുട്ടി കപ്പ് കേക്കും പിന്നെ ആൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു കുട്ടി ബൊക്കയും പിന്നെ ഒരു കുഞ്ഞ് ഒരു ഗിഫ്റ്റൊക്കെ ആയിട്ട് തന്നു. ആദ്യമായിട്ടാണ് 12 മണിക്ക് കേക്ക് കട്ട് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ ഉണ്ടാവുന്നത്. അപ്പോൾ തന്നെ എൻ്റെ ലൈഫ് ഫുള്ള് കംപ്ലീറ്റ് ആയ പോലത്തെ ഒരു ഫീലൊക്കെ ആയിരുന്നു. എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. നിങ്ങൾ ആ ക്ലിപ്സിൽ കാണുമ്പോഴും മനസ്സിലാവും. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് നേരെ തിരിച്ച് വീട്ടിൽ വന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം 6 മണിയായപ്പോഴത്തേക്കും നമ്മൾ ആഴിമല പോയി തൊഴുതു. തിരിച്ച് വന്നപ്പോഴത്തേക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മാരേജ് ആയിരുന്നു. അങ്ങനെ അങ്ങോട്ട് പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്ക് അമ്മയും അനിയത്തിയൊക്കെ റെഡിയായി നിൽക്കണുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് അമ്പലത്തിൽ പോകുന്നതെന്നാണ്. അപ്പോൾ അമ്പലത്തിൽ പോകണമെന്ന് അവർ കള്ളം പറഞ്ഞാണ്. അതെന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ആക്ച്വലി എന്നോടും എൻ്റെ ഫിയാൻസി പറഞ്ഞിരുന്നത് വർക്കല പോകാമെന്നാണ്. പക്ഷെ നമ്മൾ നേരെ പോയത് ബീച്ചിലോട്ടാണ്. അത് ഞാൻ കണ്ടുപിടിച്ചതാണ്. മാപ്പ് ഇട്ടപ്പോഴത്തേക്കും 22 കിലോമീറ്ററേ കാണിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ വർക്കലയാണെങ്കിൽ അത്യാവശ്യം ദൂരം ഉണ്ടല്ലോ. അങ്ങനെ ചോദിച്ചപ്പോൾ മുതൽ ആൾ ഭയങ്കര ടെൻഷനായി. ആൾ ഭയങ്കര വിയർത്ത് കുളിച്ചൊക്കെ നിൽക്കാൻ തുടങ്ങി ആ സമയം മുതൽ. പിന്നെ ഒരുപാട് കോൾസ് വരുന്നുണ്ടായിരുന്നു. ഇതൊന്നും എന്നെ കാണിക്കാതെ, ഫസ്റ്റ് ടൈമാണ് എന്നെ അങ്ങനെ കാണിക്കാതെ മൊത്തം ഇങ്ങനെ മാറി നിന്നൊക്കെ ചെയ്യണേ. അപ്പോൾ എനിക്ക് ഉള്ളിലൊരു ഭയങ്കര ടെൻഷനും എന്താണെന്നറിയില്ല, എനിക്ക് വല്ലാത്തൊരു എന്താ പറയുക, ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ചില ഇൻഡ്യൂഷൻസൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച ചിലപ്പോൾ ഒരു കേക്ക് കട്ടിങ് അങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന്. പക്ഷെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിൽ ഒരുപാട് എന്താ പറയുക കാര്യങ്ങൾ അന്നവിടെ സംഭവിച്ചു. ഫസ്റ്റ് എൻ്റെ സർപ്രൈസ് ആയത്, ഞാൻ ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയത് എൻ്റെ അമ്മയും അനിയത്തി അവിടെ വന്നപ്പോഴാണ്. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. രണ്ടാമത് സർപ്രൈസ് ആയത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഫോട്ടോഗ്രാഫറുണ്ട്, ആൾ വന്നപ്പോഴാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, അതിനു മുമ്പ് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഗസ് ചെയ്യുമല്ലോ, അങ്ങനെ ഗസ് ചെയ്തപ്പോഴൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അതിന് കുറച്ച് ദിവസം മുന്നേ ആൾ എന്നെ ഭയങ്കരമായിട്ട് കോളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, എൻ്റെ ഫോട്ടോഗ്രാഫർ ഫ്രണ്ട്. ആളുടെ പേര് അമ്പാടി എന്നാണ്. അപ്പോൾ അമ്പാടി എന്നെ അത്യാവശ്യം ഇങ്ങനെ കോളൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചെറിയ ഡൗട്ട്സ് ഉണ്ടെങ്കിലും അങ്ങനെ വലിയ കാര്യമാക്കില്ല. അങ്ങനെ ഞങ്ങൾ കടലിലൊക്കെ പോയി തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഫുള്ള് ഡെക്കോറൊക്കെ ചെയ്ത്, അതിന് മുമ്പ് ഡെക്കോർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ കണ്ണാടി വെക്കാത്തത് കൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ അവിടെ നോക്കണമുണ്ടെങ്കിലും വലിയ കാര്യമാക്കില്ല, അതാണ് സത്യം. അങ്ങനെ നമ്മൾ കടലിലൊക്കെ പോയിട്ട് തിരിച്ച് വന്ന സമയത്ത് അവിടെ കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. എനിക്ക് അങ്ങോട്ട് പോകാൻ തന്നെ സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു. കാരണം വെച്ചാൽ എനിക്കറിയില്ല, എനിക്കിങ്ങനെ ആരെങ്കിലും സർപ്രൈസൊക്കെ തരുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ടെൻഷൻ മാത്രമല്ല, ഒരു ഹാർട്ടിൽ നമ്മൾ ഈ കറക്റ്റ് എക്സ്പീരിയൻസ് പറയാൻ നിന്നാലും നമ്മൾ ഈ ഊഞ്ഞാലില്ലേ, എൻ്റെ ഏറ്റവും ബാക്കിലിരുന്നിട്ട് അങ്ങ് മുകളിൽ പോയിട്ട് താഴോട്ട് വരുമ്പോൾ നമ്മുടെ നെഞ്ചത്ത് ഇങ്ങനെ കാറ്റടിക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ ഊഞ്ഞാലിൽ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പൊക്കത്തി പോയിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും നെഞ്ചിലൊരു കാറ്റടിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ടെൻഷൻ വരുമല്ലോ, അതേ അവസ്ഥയായിരുന്നു എനിക്ക്. അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു. ആൾക്കും അമ്മയ്ക്കും അനിയത്തിക്കൊക്കെ കേക്ക് കൊടുത്തു. ഫോട്ടോഗ്രാഫറിന് സത്യം പറഞ്ഞാൽ കൊടുത്തില്ല, അതായത് നമ്മുടെ ഫ്രണ്ട് അമ്പാടിക്ക് കൊടുക്കാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. രണ്ടാമത്തെ കാര്യം, എൻ്റെ തലയിൽ കിളി പോയി നിൽക്കുകയായിരുന്നു. അതിൻ്റെ പരാതി ഞാൻ ഇന്നും കേൾക്കണുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് ആളെ അടുത്ത് എനിക്ക് സർപ്രൈസ് തരുന്നത്. ഒരു മേബലിൻ്റെ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു റെഡ് ഷെയ്ഡാണ് തന്നത്. അപ്പോൾ ഞാൻ എക്സ്ട്രീംലി ഹാപ്പി. എനിക്ക് എന്ത് കിട്ടിയില്ലെങ്കിലും എനിക്കിങ്ങനെ കോസ്മെറ്റിക്സ് വാങ്ങിച്ചു തരുന്ന സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിക്ക് അത്രയ്ക്ക് സന്തോഷമാണ്. അങ്ങനെ തന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് കരഞ്ഞെന്ന് വെച്ചാൽ എനിക്കറിയില്ല, എനിക്ക് ഈ ചില കാര്യങ്ങൾ പ്രോസസ്സ് ആവാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അങ്ങനെ എനിക്ക് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രോസസ്സ് ആയി കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് വിഷമം വരും. അങ്ങനെ ഞാൻ നിന്ന് കരച്ചിലായിരുന്നു. അങ്ങനെ വന്ന് എൻ്റെ അനിയത്തി വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു, ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ അമ്മ എന്നെ അവിടെ നിന്ന് കളിയാക്കിയൊക്കെ ചെയ്ത്. എന്നുവെച്ചാൽ ആരും അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യാത്തതാണ്. എന്നുവെച്ചാൽ ഞാൻ അങ്ങനെ സില്ലി കാര്യങ്ങൾക്കൊന്നും കരയുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയ്ക്ക് എന്നെ അവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് കളിയാക്കണമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ ചിരിച്ച ഒരു കരഞ്ഞ ഒരു വഴിയായി, എല്ലാം ഓക്കെ ആയി.
അപ്പോൾ ഫോട്ടോഗ്രാഫർ പറഞ്ഞു നമുക്ക് ഫോട്ടോ എടുക്കാൻ പോവാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ വെച്ചെല്ലാം ഓക്കെ, നമ്മളിനി കുറച്ച് ഫോട്ടോ എടുക്കുന്നു, വീട്ടിൽ പോകുന്നു, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പോകുന്നു, എന്നിട്ട് നേരെ വീട്ടിൽ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് പോയ സമയത്ത് ഞങ്ങളടുത്ത് പറഞ്ഞ് നിങ്ങൾ മുമ്പോട്ട് നടക്കുക, ഞാൻ ബാക്ക് അതായത് നിങ്ങൾ നടന്നു പോകുന്ന കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു തരാം എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരു പയ്യൻ വന്നിട്ട് ആളുടെ ഷോൾഡർ ഇങ്ങനെ അടിക്കും പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഇത് ആരുടെ അയാളെ ഇങ്ങനെ അടിച്ചെന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന ഈ വന്ന ആളുടെ പേര് സച്ചു എന്നാണ് കേട്ടോ, എനിക്കറിയത്തില്ല. അപ്പോൾ അറിയത്തില്ലായിരുന്നു. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ആളൊരു ബൊക്കയൊക്കെ പിടിച്ച് നിൽക്കുന്നു. ഞാൻ ബൊക്കയിൽ നോക്കുന്നുണ്ട്, ബൊക്ക വാങ്ങിക്കാൻ പോകുമ്പോൾ നിൽക്കണമുണ്ട്, പക്ഷെ ഞാനത് ശ്രദ്ധിക്കുന്നില്ല, എന്താണ് ആളുടെ കയ്യിലിരിക്കുന്നത് ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ കണ്ടപ്പോഴത്തേക്കും ഫുൾ എൻ്റെ കിളി പോയി. പിന്നെ ഞാൻ എന്തൊക്കെയാണ് അവിടെ കാണിച്ചു കൂട്ടിയെന്ന് എനിക്കറിയത്തില്ല. പിന്നെ അപ്പോഴത്തേക്ക് ആളൊരു റിങ് എടുത്ത് എന്നെ പ്രപ്പോസ് ചെയ്ത് വിൽ യു മാരി മീ എന്നൊക്കെ ചോദിച്ചു. ഞാൻ നെസ്സും പറഞ്ഞു. പിന്നെ ഞാൻ അങ്ങോട്ട് കരച്ചിലായി, വിളിയായി, ബഹളമായി. സത്യം പറഞ്ഞാൽ ഈ ഒരു പോർഷൻ വരെയൊക്കെ ഞാൻ വോയിസ് ഓവർ ചെയ്യണുണ്ടായിരുന്നു. പക്ഷെ അത് കഴിയുമ്പോൾ എനിക്ക് ഒട്ടും പറ്റുന്നില്ല. എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് വിഷമം വന്നിട്ട് ഞാൻ എന്തുവാ പറയണേന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. വിഷമമല്ല, എനിക്ക് ആ ഒരു സമയത്ത് വിഷമം വരാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഞാനിത് ഡിസേർവ് ചെയ്യുന്നുണ്ടോ എന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. എനിക്കറിയില്ല, എനിക്കിതുവരെയും കിട്ടാത്തതുകൊണ്ട് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് അറിയില്ല. പിന്നെ ഞാൻ ഫുള്ള് കരഞ്ഞ് അവിടെ കുളമാക്കി. എന്തോ എനിക്കറിയില്ല, ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇപ്പോഴും സ്റ്റിൽ ഞാൻ ഇപ്പം എന്തൊക്കെയാണ് പറയണതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഈ വോയിസ് ഓവർ വീണ്ടും കേൾക്കാനും പോകുന്നില്ല. കാരണം വീണ്ടും കേൾക്കുകയാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ ഇനി ഈ വീഡിയോ ഒരിക്കലും അപ്ലോഡ് ചെയ്യില്ല. അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ അങ്ങ് അപ്ലോഡ് ചെയ്യാണ്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പൊട്ടത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാട്ടോ. അങ്ങനെ ഭയങ്കരമായിട്ട് കരഞ്ഞ് വിളിച്ച് ആള് റിങ്ങൊക്കെ തന്ന്. പിന്നെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അമ്മയും അനിയത്തിയൊക്കെ ആയിട്ട് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ എൻ്റെ ഈ ഒരു 22 വർഷത്തിൽ എൻ്റെ ലൈഫിൽ എൻ്റെ ബർത്ത്ഡേ ദിവസം എനിക്ക് മറക്കാൻ പറ്റാത്ത ഇത്രയും വലിയ സർപ്രൈസ് തന്നത് എൻ്റെ ഫിയാൻസിയാണ്. അതുപോലെ എൻ്റെ അമ്മയും എൻ്റെ അനിയത്തിയും വന്ന് അവരും കൂടെ ഉണ്ടായിരുന്നപ്പോൾ അതിന് ഭയങ്കര സന്തോഷമായി. സത്യം പറഞ്ഞാൽ എൻ്റെ അച്ഛനെ ഞാൻ നല്ലപോലെ മിസ് ചെയ്തു. ആൾ വരാൻ വേണ്ടി ഇറങ്ങിയതാണ്, പിന്നെയാണ് ആൾ പറഞ്ഞില്ല എന്ന് പറഞ്ഞത്, എന്തോ ആവശ്യമുള്ളത് കൊണ്ട്. അങ്ങനെ അച്ഛനെ മിസ് ചെയ്തു നല്ലതുപോലെ. അങ്ങനെ ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഞാൻ ചിലപ്പോൾ ചില ആൾക്കാർക്കെങ്കിലും ഞാൻ ഭയങ്കര എക്സാഗ്രേറ്റ് ചെയ്യുന്ന പോലെയൊക്കെ തോന്നും. പക്ഷേ ഞാൻ ഇങ്ങനത്തെ ഒരാളാണ്, ഞാൻ ഭയങ്കരമായിട്ട് എല്ലാം എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇതെനിക്ക് വളരെ വലിയൊരു കാര്യമാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, നേരെ ഫുഡ് കഴിക്കാൻ പോയി. എന്നിട്ട് നേരെ വീട്ടിൽ പോയി. അതായിരുന്നു നമ്മുടെ എൻ്റെ ഒരു ബർത്ത്ഡേ ദിവസത്തെ കുറച്ച് ക്ലിപ്സും ബിറ്റ്സും, മേ ബി ഒരു വ്ളോഗ് എന്നൊക്കെ പറയാം. ഞാൻ എടുത്തതല്ല, അതുകൊണ്ട് വ്ളോഗൊന്നും പറയാവോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ആ ഒരു ഫുൾ ഡേ ഇങ്ങനെയൊക്കെ പോയി. അങ്ങനെ വളരെ ഹാപ്പിയാണ്. ഇനി ഞാൻ ശരിക്കും വെയിറ്റ് ചെയ്യുന്നത് എൻ്റെ മാരേജിന് വേണ്ടിയിട്ടാണ്. ചില ആൾക്കാരെങ്കിലും പറയുന്നുണ്ട് നിങ്ങൾ ചെറിയ പ്രായമല്ലേ, ഇപ്പോഴേ നേരത്തെ കല്യാണം കഴിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു പോളിസി അനുസരിച്ച് നിങ്ങൾക്ക് നല്ലൊരു പാർട്ട്ണറിനെയാണ് കിട്ടിയേക്കുന്നതെന്നുണ്ടെങ്കിൽ ഏജ് ഡസൻ മാറ്റർ. ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ പ്രായപൂർത്തിയായി. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും നോക്കരുത്. നിങ്ങൾക്ക് നല്ലൊരു പാർട്ട്ണറിനെയാണ് കിട്ടിയേക്കുന്നതെങ്കിൽ മാരേജ് ചെയ്യുക, അത്രേ ഉള്ളൂ. സോ ഇതായിരുന്നു ആ ഒരു ദിവസം. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ.